നമസ്കാരം. ഇറാനിൽ നിന്നും അതിഭീകരമായ മറ്റൊരു മനുഷ്യാവകാശ ലംഘനത്തിന്റെ വാർത്ത വന്നിരിക്കുന്നു. ഇത്തവണയും ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ച ടെഹ്റാൻ യുവതിയുടെ പുറം അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് ഇറാനിലെ പോലീസ്. ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ക്രൂരമായ ശിക്ഷ അനുഭവിച്ച ഒരു യുവതിയുടെ വീഡിയോയും അവരുടെ ചിത്രങ്ങളും ഇതിനോടകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. എന്താണ് ഇറാനിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറാനിൽ എപ്പോഴും സംഭവിക്കുന്നത് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ വെറും കച്ചവട ചരക്കായോ അല്ലെങ്കിൽ സെക്ഷൽ ഒബ്ജക്റ്റായി മാത്രമായാണ് ഇറാനിലെ മതഭരണകൂടം കൺസിഡർ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ തലമുടി ഏറ്റവും വലിയ പുറത്ത് കാണുന്നത് ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് അവർ കാണുന്നത്. ഈ 4-3-7 വരുന്ന ഈ മുടിയെയാണ് ഏറ്റവും അധികം ഇറാൻ ഭരണകൂടം പേടിക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു നാട്ടിൽ ഒരു കാര്യത്തെ ക്രിമിനൽ ഒഫൻസ് കൺസിഡർ ആക്കുന്നത് എപ്പോഴാണ്? അതിന് ആ കൊലപാതകം, ആൾക്കൂട്ട ആക്രമണങ്ങൾ, അല്ലെങ്കിൽ റോബറി, കൊള്ള, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഭയം അല്ലെങ്കിൽ അത് നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ ആ നാടിനെ ക്രമസമാധാനത്തെ ബാധിക്കും അല്ലെങ്കിൽ ജീവന ഭീഷണിയാണെന്നുള്ള ഘട്ടങ്ങളിലാണ് ക്രിമിനൽ നിയമങ്ങൾ അതിൻ്റെ മേലുണ്ടാവുന്നത് തടയാൻ വേണ്ടി. പക്ഷേ ഇറാനിലെ മതഭരണകൂടത്തിന് ഏറ്റവും പേടി സ്ത്രീകളുടെ തലമുടിയാണ്. അപ്പം യുവതി എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹിജാബ് ധരിക്കാൻ അവർക്ക് തയ്യാറല്ല എന്നവർ പറയുന്നു. എന്നാൽ ഇവർക്ക് പോലീസ് ഏർപ്പെടുത്തുന്ന ശിക്ഷയാണ്, ഈ ഹിജാബ് ധരിക്കാത്തതിന് ഏർപ്പെടുത്തിയ ശിക്ഷയാണ് ഈ ചാട്ടവാറടി. ശരീരത്തിന്റെ പിറകിലും മുകൾ ഭാഗത്തും തോളുകളിലും കാലിന്റെ മുകൾ ഭാഗത്തും എന്നിവിടങ്ങളിലൊക്കെ അടിച്ച് പൊട്ടിച്ചതിന്റെ പാടുകൾ കാണാൻ സാധിക്കും. ഇറാനിയൻ പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ മസീഹ് അലിനേജാദ് തല്ലാണ് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ യുവതിയുടെ വീഡിയോ പങ്കുവച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സാമൂഹിക മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയും? സ്ത്രീകൾക്ക് അവിടെ സ്വന്തം ഐഡന്റിറ്റി വെളിവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള മതഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നതിൽ പരിമിതികളുണ്ട്. കാര്യം അവരുടെ ജീവൻ തന്നെ ഭീഷണിയാണ്. നമ്മളത് മഹസാമിനിയുടെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടത് കണ്ടതുമാണ്. എന്നാൽ ക്രൂരമായ ലാത്തിച്ചാർജിന്റെ ദൃശ്യങ്ങളിൽ സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്നെഴുതിയ ബോർഡും കയ്യിൽ പിടിച്ചിരിക്കുന്ന ചിത്രം വലിയ ചർച്ചകൾക്കൊക്കെ വഴിതെളിച്ചിരുന്നു. ഇവർ പറഞ്ഞതനുസരിച്ച് ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിൽ നിരവധി മാസങ്ങൾ നീണ്ട കോടതി വാദങ്ങൾക്ക് ശേഷം 74 ചാട്ടവാർ അടികൾക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു. തനിക്ക് ചാട്ടവാറ് കൊണ്ട് അടി കിട്ടിയതാണെന്നും ഗുരുതര പരിക്കുകൾ എന്ന് യുവതി വീഡിയോയിൽ പറഞ്ഞു. അവർ ജീവിച്ചിരുന്നതിനെ ഭാഗ്യമെന്ന് ഞാൻ പറയുകയുള്ളൂ. കാര്യം കൊല്ലാതെ കൊല്ലുക എന്ന് പറയില്ല ചില ആളുകളെ. നിങ്ങൾ ആ ചിത്രങ്ങൾ ഇപ്പോൾ കാണണം. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തിനാണത്? തലമുടി മറയ്ക്കാത്തത്. ഹിജാബ് ധരിക്കാത്തതിൽ താൻ മാപ്പ് പറയില്ലെന്നും തങ്ങളുടെ സ്വന്തം നാട്ടിൽ തടവുകാരായി ജീവിക്കുന്നതിൽ മടുത്തു. അതായത് ഇറാൻ എപ്പോഴും ഒരു ഓപ്പൺ ജയിലാണ്. അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് ചൈൽഡ് മാരേജിനെ എതിർക്കാനുള്ള അവകാശങ്ങളില്ല, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അവർക്ക് വേണ്ടുന്ന തരത്തിൽ ജീവിക്കാനും വിദ്യാഭ്യാസം നേടാനും അവരെ ഒരു മനുഷ്യരെ പോലെ തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. ആണുങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങൾ സാധിച്ചു കൊടുക്കാനും അവരുടെ തലമുറയെ സംരക്ഷിക്കാനും പ്രസവിക്കാനും വേണ്ടിയുള്ള ടൂളുകൾ മാത്രമാണ് അവരെ സംബന്ധിച്ച് ഇറാൻ മതഭരണകൂടത്തെ സംബന്ധിച്ച് സ്ത്രീകൾ. അപ്പം ഹിജാബ് ബില്ല് തന്നെ നടപ്പിലാക്കാൻ പോവാണ് ഇറാനിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, 21ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ടാണ് ഒരു രാഷ്ട്രം ഇത്തരത്തിൽ ബില്ലുകൾ ഇറക്കാനും അതുപോലെ തന്നെ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾ ധാരാളമായി ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഇത് മാനസിക രോഗമായാണ് ഇറാന്റെ ഭരണകൂടം കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ഹിജാബ് നിയമം നിർബന്ധമാക്കിയതിനെതിരെ ഇറാനിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നതാണ്. മഹസാമനി എന്ന് പറയുന്ന വളരെ സാധാരണക്കാരി, ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു പെൺകുട്ടി, 10-22 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടി 2022 പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് മരിക്കുന്നുണ്ടായിരുന്നു. അതിഭീകരമായ മർദ്ദനമേറ്റി ഹൃദയാഘാതവും ശരീരമാസകലം മുറിവുപാടുകളുമായാണ് ആ സ്ത്രീ പെൺകുട്ടി മരിച്ചു വീണത്. അതിനുശേഷം ഒരുപാട് സ്ത്രീകൾക്ക് നേരെ ഈ പോലീസ്, അതായത് മതസംരക്ഷണം നടപ്പിലാക്കാൻ വേണ്ടി അതിന് റൈറ്റ് കിട്ടിയ പോലീസ് നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങൾക്കെതിരെ അഴിച്ചുവിട്ടു. 1000-ലധികം ആളുകൾ ജയിലിലായി. ഇപ്പോഴും നിരവധി ആളുകൾ ജയിലിൽ തന്നെയാണ്. 500-ലധികം വരുന്ന പ്രതിഷേധക്കാർ മരണപ്പെട്ടു. എന്നിട്ട് പോലും ഇറാൻ ആ 6ാം നൂറ്റാണ്ടിലെ മതനിയമത്തെ അതുപോലെ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇറാനിലെ ടെഹ്റാൻ സയൻസ് ആൻഡ് റിസർച്ച് സർവകലാശാല ക്യാമ്പസിൽ ശനിയാഴ്ച ഒരു പെൺകുട്ടി അടിവസ്ത്രം മാത്രം ധരിച്ച് ഹിജാബിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. ഈ പെൺകുട്ടിയെ പോലീസ് കൊണ്ടുപോയി അവരുടെ ദേഹോപദ്രവം ചെയ്തു. അതിനുശേഷം ഈ പെൺകുട്ടിയെ വലിയ രീതിയിൽ പ്രതിഷേധമായ സമയത്ത് ഈ പെൺകുട്ടിക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മതഭരണകൂടം വിട്ടയക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്.
മാത്രമല്ല അവരെ എന്തോ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കിയെന്നും പറയുന്നു. പിന്നീട് 16 വയസ്സുകാരി അർസു ഖബാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയും ഇതുപോലെ തന്നെ ഹിജാബ് ധരിക്കാതെ എന്തോ വീഡിയോ ചിത്രീകരിച്ചു എന്നതിന്റെ പേരിൽ ആ കുട്ടീനെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തുകയും തന്നെയും ഇത് പറഞ്ഞ പോലെ മത പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് കുട്ടി സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ചാടി മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഡാൻസിനിടെ ഹിജാബ് ധരിക്കാത്ത വീഡിയോ പുറത്തുവിടുമെന്ന് സ്കൂൾ ഭീഷണിക്കിരയാണ് ഈ കുട്ടി ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് നോബൽ പുരസ്കാര ജേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമായ നർഗീസ് മുഹമ്മദ് അടക്കമുള്ള ആളുകൾ ഇറാനിൽ ഇപ്പോഴും കോടതിയിൽ കഴിയണം. അവർക്കൊരു 3 ആഴ്ചത്തെ ഒരു പരോള് താൽക്കാലികമായി കൊടുത്തിരുന്നു. ഈ നർഗീസിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിർബന്ധിത ഹിജാബിനും അതുപോലെ തന്നെ വധശിക്ഷയ്ക്കും ഉൾപ്പെടെ പൊരുതിയ നർഗീസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇറാനിലെ തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്ത്രീകൾ പൊതുസ്ഥലത്ത് തലമറയ്ക്കണമെന്ന നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകളെ ചികിത്സിക്കാൻ ലക്ഷ്യമിട്ട് മറ്റൊരു ക്ലിനിക്ക് തുറക്കാനും ഇറാനിയൻ ഭരണകൂടം പദ്ധതിയിടുന്നുണ്ട്. അതുപോലെ നിരവധി ആളുകൾ, ഇതൊക്കെ 1-2 വാർത്തകൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. പ്രാദേശിക തലത്തിൽ ഇതുപോലെ എത്രയോ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുകയും അതിക്രൂരമായ പീഡനങ്ങൾക്കും ഇരയാകും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഹിജാബ് നിയമത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജെൻഡർ മാത്രമാണ്. ആ ജെൻഡർ സ്ത്രീ ആയതുകൊണ്ട് ആ സ്ത്രീനെ ഇങ്ങനെ തന്നെ ആക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീ ഈ രീതിയിൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്നുള്ള ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് ഒക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. മൗദൂദിസ്റ്റ് ചിന്തകളിലും അതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പെർസ്പെക്റ്റീവിലും മാത്രമല്ല കാര്യങ്ങളെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത്. എന്തായാലും ഇറാനിൽ അതിഭീകരമാണ് സ്ത്രീകളുടെ അവസ്ഥ. ഒരു തുറന്ന ജയിലിൽ അവർ വെറും ലൈംഗിക ഉപകരണങ്ങളെ പോലെ കഴിയുന്ന അവസ്ഥയാണുള്ളത്. അതിൽ നിന്നും ലോകമെമ്പാടും ഇറാനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ പോലും ഇറാൻ ഇതിനെയൊന്നും പരിഗണിക്കാതെ, നമുക്കറിയാം ഇറാൻ എങ്ങനെ രൂപീകരിക്കുക, പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയായി മാറിയതെന്നും അതിന് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്തുണ എത്രത്തോളം ഉണ്ടെന്നും അതിന് 6-ാം നൂറ്റാണ്ടിന്റെ ആ ഫിലോസഫിയുടെ പിൻബലം കൊണ്ടാണ് അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. വസ്ത്രം വ്യക്തിയുടെ ചോയ്സ് ആകുന്നത് അതിഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അതിന് പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഒന്നെങ്കിൽ ഹിജാബ് അല്ലെങ്കിൽ മരണം എന്നതല്ല. ഹിജാബിനും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾക്ക് ധാരാളം ചോയ്സുകളുണ്ട്. ഈ ചോയ്സുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾക്ക് കൊടുക്കണം. ഹിജാബ് ധരിക്കുന്നവർ ധരിക്കട്ടെ, അല്ലാത്തവർക്ക് അത് വേണ്ട എന്ന നിലപാടിൽ എത്താനായിട്ട് സാധിക്കണം. ഈ കാണുന്ന തലയിലെ ഈ മുടിയല്ല ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയെ നിർണ്ണയിക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത്. എന്തായാലും ഇറാനിലെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.